ആദ്യം ലോകത്ത് നടക്കുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയട്ടോ. ഇസ്രായേലിൽ ഇപ്പോൾ 9 പേര് കൊല്ലപ്പെട്ടു ഇറാൻ്റെ ആക്രമണത്തിൽ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ബീത്ത് ഷമേഷിലാണ് ഇറാൻ്റെ അറ്റാക്ക് വന്നിട്ടുള്ളത്. മരണസംഖ്യ ഉയർന്നേക്കാണ്. 4 ആയിരുന്നു നേരത്തെ പറഞ്ഞപ്പോൾ 9 പേര് കൊല്ലപ്പെട്ടു എന്ന്. 27 ബേസുകളിലേക്ക് ഇറാൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ട്. അറ്റാക്ക് തുടരുന്നു ഇനിയും തുടരും എന്നും വളരെ ഹാർഡായിട്ട് തന്നെ തുടരുമെന്നും ഇറാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റ്, UAE എല്ലായിടത്തും അറ്റാക്ക് പോയിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ഇനി അറ്റാക്ക് വരികയാണെങ്കിൽ അത് ഇതുവരെ കാണാത്ത ഇതുവരെ കാണാത്ത അറ്റാക്ക് ഇനിയും വരും എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിൽ 201 പേര് കൊല്ലപ്പെട്ടു. ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിലേക്ക് പോയിട്ടുള്ളത്. UAE 3 പേര് കൊല്ലപ്പെട്ടു. 58 പേർക്ക് പരിക്കേറ്റ്. പ്രസിഡന്റ് പെസ്കാൻ നേരത്തെ പറഞ്ഞല്ലോ തുടരുമെന്നാണ് പറയുന്നത്. കുവൈറ്റിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 32 പേർക്ക് പരിക്കേറ്റു. OPEC പ്ലസ് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ദുബായിലൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ അവിടെ ഒരു ഷിപ്പിന് ഒരു അൺനോൺ പ്രൊജക്റ്റൈൽ സ്ട്രക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അത് UK മാരിടൈം അവരാണ് പറയുന്നത്, UKൻ്റെ ഇതാണ് പറയുന്നത്. പിന്നെ ഇറാനിൻ്റെ തബിസ് എയർപോർട്ടിൽ 2 ഫൈറ്റർ ജെറ്റുകളെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തെന്നാണ് ഇസ്രായേൽ പറയുന്നത്. 100ഓളം ഷിപ്പുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കടലിൻ്റെ അവിടെ പോകാൻ കഴിയാത്ത ഹോർമുസൊക്കെ പ്രശ്നത്തില്ല. ആ മേഖലയിലൂടെ തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. ഖമേനി ഇറാൻ്റെ സുപ്രീം ലീഡറാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ്റെ അറ്റാക്കിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പറയുന്നത് അവർ രക്തസാക്ഷിത്വം വഹിച്ചു എന്നാണ്. അപ്പോൾ ഈ അറ്റാക്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ഗോൾഡ് സമാധാനത്തെ വരുന്ന മേഖലയിൽ ഉണ്ടാവട്ടെ എന്നും കൂടി ഇന്ത്യയിൽ പറയുന്നു. പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള അറ്റാക്കോ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ അറ്റാക്ക് നിർത്തിട്ടോ അങ്ങനെ അതൊന്നുമല്ല. ഇത് ആകെ ഇറാൻ എല്ലായിടത്തും അറ്റാക്ക് ചെയ്യുകയാണ്. ഇറാൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് അതേപോലെ ഇനിയും ഇസ്രായേലും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അറ്റാക്ക് ചെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. സോൾവ് ആവുന്നില്ല. മാത്രമല്ല തുടരും എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ 1,66,920 സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത. അത് 1,50,000 പോകാൻ സാധ്യതയുണ്ട്. പ്രോബ്ലം സോൾവ് ആയിട്ടില്ലെങ്കിൽ നാളെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ $5,278 ഉള്ളത്. അത് എന്താവാൻ സാധ്യതയുണ്ട്? $5,600 നാളെ തന്നെ മറികടക്കാൻ സാധ്യതയുണ്ട്. വലിയ നമ്പറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു $4,400 ആയപ്പോൾ ഇനി നിങ്ങൾ താഴേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ മേലേക്ക് പോകുമ്പോൾ നിങ്ങൾ മേലോട്ട് നോക്കിക്കണ്ടിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. അത് തന്നെയാണ് ബെസ്റ്റ് ബൈയിങ് പോയിൻറ്റ്. 4,400, 4,480, 4,500, 600, 800 ഒക്കെ ബൈയിങ് 4,700 എന്തായിരുന്നു ബൈയിങ് പോയിൻ്റ് ആയിരുന്നു. അവിടെ വെച്ച് വൻ രീതിയിലുള്ള ടീംസുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു ഇത്. പിന്നെ ഒരു സംഭവം സംഭവിച്ചു എന്നുള്ളത് അറ്റാക്കിനുള്ള സാധ്യത അന്ന് വെള്ളിയാഴ്ച രാത്രി തന്നെ വലിയ രീതിയിലുണ്ടായിരുന്നു. ജിയോ പൊളിറ്റിക്സ് അത്രയും വലുതുണ്ട്. ഇനി റഷ്യ ഉക്രൈൻ നെഗോഷിയേഷനൊക്കെ റഷ്യ കരുതുന്നതൊക്കെ തട്ടിപ്പാണ്, പണി വരാനാണെന്ന് കരുതാൻ സാധ്യത. അങ്ങനെ നെഗോഷിയേഷൻസ് അതിനൊക്കെ ബാധിച്ചേക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ കാരണങ്ങളെ കൊണ്ടൊക്കെ മേഖല പ്രശ്നം. ഇനിയിപ്പോൾ മറ്റുള്ള കെമിസ്ട്രികളൊക്കെ മിഡിൽ ഈസ്റ്റ് അറ്റാക്ക് പോയതുകൊണ്ടൊക്കെ ഞാൻ ഇവരൊക്കെ എന്തൊക്കെ പറയുന്നത്, ഏതൊക്കെ ആവുന്നത്, ഇതൊക്കെ എപ്പോഴാണ് അവസാനിക്കുക, ഇനി ഏതൊക്കെ ലെവലിലേക്ക് ഇത് പോകുമോ, ഇനി വേറെയും റഷ്യ ചൈനൻ്റെ ഇൻവോൾവ്മെൻറ്റുകളൊക്കെ വരും. ചൈന കോയിട്ടുന്ന സ്ഥലമാണ് ഇറാൻ. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ തട്ടിച്ചിന്തി എങ്ങനെയൊക്കെ പണ്ട് അറിയാമല്ലോ 1-ാം ലോക മഹായുദ്ധം ഇത് കുതിരപ്പുറത്ത് പോകുന്നതിടക്ക് ഉണ്ടായ പ്രശ്നങ്ങളിലാണ് പിന്നീട് അത് വലിയ സംഭവമായി മാറിയത്. അപ്പോൾ ഇതായാലും വലിയ പ്രശ്നങ്ങളായി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഫുൾ ടെൻഷനിലാണുള്ളത്. എല്ലാവരും ഇന്ത്യയിൽ പറയാറുണ്ട് വെറുതെ അസറ്റുകളാണ് എല്ലാവരും വാങ്ങേണ്ടത്. അസറ്റ് വാങ്ങിയിട്ടും കാര്യമില്ല. അസറ്റുകളൊക്കെ തകരുക വേറെ കാര്യം. ഒക്കെ പഠിച്ചവൻ്റെ അടുത്താണ് ലോകം മൊത്തമുള്ളത്. വേറെ കാര്യം എന്താണ് അസറ്റുകളൊക്കെ എത്ര ആൾക്കാർ അസറ്റുകളൊക്കെ ഇപ്പോൾ തകർന്നിട്ടുണ്ടാകും. ദുബായി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത്രയും സുരക്ഷിതമാണ് ഗതിയുണ്ടാകും. അല്ലെങ്കിൽ വേറെ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒക്കെ പോവുകയാണ്. അത് വേറെ കാര്യം. എന്നാലും ഞാൻ പറയാം, അനാവശ്യമായിട്ട് ആളുകളുണ്ടാകും. വെറുതെ 1 കോടിക്ക് 2 കോടിക്ക് 3 കോടിക്കൊക്കെ വീട് കയറ്റുക, അല്ലെങ്കിൽ ഇല്ലാത്ത പൈസ കൊണ്ട് EMI എടുത്താണ്ട് കാറ് വാങ്ങുക. അതൊക്കെ വാങ്ങണ്ട എന്നല്ല. പക്ഷേ എപ്പോഴും അസറ്റുകളിലൂടെ പോയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ക്യാഷ് ലിക്വിഡായിട്ടും ഒക്കെ വെച്ച് എമർജൻസി പണവും കയ്യിൽ വെച്ച് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം എല്ലാവരും. എന്ത് വന്നാലും ഞാൻ പറഞ്ഞില്ല, ഒരു അസുഖം വന്നാലും കഴിഞ്ഞു. ഇനി എന്ത് അറ്റാക്കില്ലെങ്കിലും അത് വേറെ കാര്യമൊക്കെ ഇതാണ്. ഒരു ദിവസം നമ്മളൊക്കെ ശരിക്കും ഇവിടെ ഈ ലോകത്ത് നമുക്കൊക്കെ കിട്ടിയതെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണ് നമ്മളെ. കാരണം ഏറ്റവും വലിയ സൃഷ്ടികൾ ആകെ ഉള്ളത് 800 കോടി. ആ 800 കോടിയിൽ ഒരാളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് അനിമൽ, ബിക്കോസ് ഓഫ് ഹിസ് ഡോമിനൻസ് ഓഫ് ഹിസ് ബ്രെയിൻ
ഇസ് ഡോമിനൻസ് ഈസ് ബിക്കോസ് ഓഫ് ഇസ് കോംപ്ലക്സിറ്റി ഓഫ് ദ ബ്രെയിൻ എന്നാണ് പറയുന്നത്. വൈ ഹ്യൂമൻ ഈസ് വെരി അഡ്വാൻസ്ഡ് ആൻഡ് ഡോമിനൻറ്റ് ഇൻ ദിസ് ടെറസ്ട്രിയൽ വേൾഡ് ബിക്കോസ് ഇസ് ഡോമിനൻസ് ബിക്കോസ് ഓഫ് ഇസ് കോംപ്ലക്സിറ്റി ഓഫ് ദ ബ്രെയിൻ. അല്ലെങ്കിൽ എത്ര ശക്തിയാണ് ആനയും സിംഹമൊക്കെ, അവൻ്റെ ബ്രെയിനിൻ്റെ കോംപ്ലക്സിറ്റിയാണ് അവനെ മറ്റുള്ള മൃഗങ്ങളെക്കാളും അല്ലെങ്കിൽ മൃഗങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ബുദ്ധിപരമായിട്ട് എപ്പോഴും നീങ്ങാൻ എപ്പോഴും ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആദ്യം വേണ്ടത്. അല്ലാതെ വെറുതെ എവിടേലൊക്കെ ചാടിയിട്ട് ഓട്ടങ്ങോട്ട് ഉയർന്നിട്ട് ഒറ്റ ഉയർത്തി ഫും 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 പറഞ്ഞാൽ പോയി കണ്ട് ചിലപ്പം അമ്മ പോക്കാൻ ചിലപ്പോൾ പോകുക. ആ പോണ മുകളിൽ പോയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒറ്റയടിക്ക് താഴേക്ക് വരും. അപ്പോൾ ലെവറേജിലൊക്കെ ആണെങ്കിൽ താഴേക്കാണ് വീകണ സമയത്ത് അപ്പം തന്നെ വാഷ് ഔട്ടായി പോകും. മനസ്സിലായി? അപ്പോൾ വളരെയധികം എവിടെയെങ്കിലും സെഗ്മെൻ്റ് ആക്കി നോക്കണം. ഇനി കൂടണം എന്നുണ്ടെങ്കിൽ ഒപ്പം കൂടണം. അതൊക്കെ അതിൻ്റെതായ കറക്റ്റ് പഠിച്ച് അതിൻ്റെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.